ഇത് ഒരു 3-5 ടീസ്പൂൺ ഇതെന്റെ അച്ഛന്റെ കഴിവാണ്. ഇങ്ങനത്തെ ചട്ടികൾ, ഒരു ഉപയോഗമില്ലാത്ത ചട്ടികൾ വാങ്ങി. ഇനി ഇതെന്താണ്? ഇതിന് ഇൻഗ്രീഡിയൻസ് ആട്ടെ വെളിപ്പെടുത്തുന്നത്. ഇത് മിണ്ടല്ലേ, കറുത്ത നിറമുള്ള പാനീയം. ആ പാത്രം ആരോ ഇഷ്ടമുള്ള ആൾക്കാർ കൊടുത്താന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നെ, ഈ ചാനൽ നിങ്ങൾ എല്ലാവരും കൂടി വിജയിപ്പിക്കണം. എന്നാ വല്ലതും തിന്നാലോ എന്ന് വെച്ചാ ഇവിടുന്ന് ഒരാൾ തള്ളി നിർത്തുന്നത് നന്നായ മതിയായിരുന്നു. ആ ചാനലല്ലേ ഇത്. എഗ് ഫ്രൈഡ് റൈസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം പറ. നമസ്കാരം പറയൂ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ യൂട്യൂബ് ചാനൽ. പതുങ്ങി നിൽക്കുക. അത് മാത്രമല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം സക്സസ്ഫുൾ ആയി എന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഞാൻ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മധുരം ബൈ മീനൂസ് മോം. അപ്പൊ ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ആയിരിക്കും എന്നതിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മധുരം എന്ന് പറയുമ്പോൾ നമുക്കതിൽ കുക്കിംഗ് ആയിരിക്കും മെയിൻ. പക്ഷെ മധുരമുള്ള സാധനങ്ങൾ അല്ല, പക്ഷെ മധുരമുള്ള സാധനങ്ങളും ഉണ്ടാക്കണം. അങ്ങനത്തെ സ്വീറ്റ്സും കുഞ്ഞു കുഞ്ഞു സ്വീറ്റ്സും അതൊക്കെ ഞങ്ങളാണ് അമ്മ ഈ ചാനൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത്. കാരണം ഞങ്ങൾക്ക് എന്നും കഴിക്കാൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ പാത്രത്തിൽ അടച്ചു കൊണ്ടുപോകും ഇവിടെ ഉണ്ടാക്കുന്ന സാധനം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. അത് മാത്രമല്ല, ബൈ മീനൂസ് മോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ഇതിൽ കുക്കിംഗ് മാത്രമല്ല ഈ വീട്ടിൽ നടക്കുന്ന സകല കച്ചവടങ്ങളും ഇതിലുണ്ടായിരിക്കും. ബൈ മീനൂസ് പപ്പാക്കി ഡാൻസ് ആൻഡ് മദർ പരിപാടി. അതെനിക്കറിയാം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും എനിക്ക് കാണുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിലിടാൻ താല്പര്യമില്ല. അത് കാണുന്നതായിട്ടോ, അതൊന്ന് കാണണം. ഞങ്ങൾ എന്തായാലും ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനി പുറം ലോകം അറിയട്ടെ. കൊച്ചെ, എന്റെ ഈ കലാപരിപാടികൾ ലോകം കാണും. ഞാൻ ആരെന്ന് ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം, ലോകം തിരിച്ചറിയുന്ന ദിവസം ആ ദിവസം ലോകം അവസാനിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ത് ഇമോഷണൽ ഡാമേജ്. അതെ, ഞാൻ ഡിവോഷണൽ നേട്ടെ. എന്താണ് ഉണ്ടാക്കുന്നത്? എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഈ കുക്ക് ചെയ്തൊക്കെ എന്തൊക്കെയാണെന്ന് പറയും. അച്ഛൻ പറഞ്ഞാൽ മതി. ഇത് ബീൻസ്, കൈ കഴുകിയതാണ്. ഇത് വെളുത്തുള്ളി. ഓക്കെ. ഇത് ഒരു 3-5 ടീസ്പൂൺ. ഇത് കാബേജ്, ഞങ്ങൾ മലയാളത്തിൽ മുട്ടക്കൂസ് എന്ന് പറയും. മുട്ടക്കൂസോ? അങ്ങനെയുണ്ട് മലയാളത്തിൽ. ഇത് ക്യാരറ്റ്. ഇത് നമ്മുടെ സവോള. ഇത് നമ്മുടെ ക്യാപ്സിക്കം. വലിയ ഉണ്ടമുളക് വലിയ ഉണ്ടമുളകല്ല, ക്യാപ്സിക്കം. അപ്പൊ അച്ഛൻ ഇതിനെ പറ്റി പരിചയമുണ്ട്. ഇത് എത്ര എണ്ണം? 5 എണ്ണം. ഇനി ഇതെന്താണ്? ഇതിന് ഇൻഗ്രീഡിയൻസ് ആട്ടെ വെളിപ്പെടുത്തുന്നത്. ഇത് മിണ്ടല്ലേ, കറുത്ത നിറമുള്ള പാനീയം, സോയാ സോസ്. ഇത് സോയാ സോസ്. ഇത് സാധാ എണ്ണ. എണ്ണ സൺഫ്ലവർ ഓയിൽ. ബസ്മതി റൈസ്. ബസുമതി റൈസ് ആണ്. അച്ഛനല്ലേ വാങ്ങിച്ചു തരുന്നേ. സോറി, പറഞ്ഞു പഠിച്ചു വിടുന്നു. മനസ്സിലായില്ല ആരും ഇതൊക്കെ ചെയ്യുന്നു. വാങ്ങിച്ചോണ്ട് വരും. അതല്ലാതെ വെള്ളം തിളപ്പിച്ചിട്ട് അരി ഇട്ടു. തിളച്ച് കഴിയുമ്പോ അരി ഇടുക. കുറച്ച് സൺഫ്ലവർ അരി ഇട്ട് തിളപ്പിക്കരുത്. തിളച്ച് കഴിയുമ്പോൾ അരി ഇടുക. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിക്കണം. അല്ല അരി ഒട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് കറക്റ്റ് കറക്റ്റ് അരി ഒട്ടാത്ത ഇത് നോക്കണം. ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നമ്മള് നോക്കി നല്ലൊരു ബ്രാൻഡ് വാങ്ങിച്ചാൽ വേഗണം. നല്ലൊരു ബ്രാൻഡ് മേടിച്ചാൽ. ബ്രാൻഡിന്റെ പരസ്യം പാടില്ലാത്തതുകൊണ്ട് നമ്മൾ മേടിച്ച ബ്രാൻഡ് പറയുന്നത് ഞങ്ങൾ സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്റെ അച്ഛന്റെ കഴിവാണ്. ഇങ്ങനത്തെ ചട്ടികൾ, ഒരു ഉപയോഗമില്ലാത്ത ചട്ടികൾ വാങ്ങി. ആനോട് എന്ന് പറയുന്ന രീതി എന്തോ ഒരു ലോഹം കൊണ്ട് എനിക്ക് കെമിസ്ട്രി ഓർമ്മ വന്നു പെട്ടെന്ന്. അങ്ങനത്തെ എന്തോ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ അല്ല ഇത്. അതിനകത്തുണ്ടല്ലോ വെച്ചാൽ എന്തെങ്കിലും അപാര രുചിയായിരിക്കും. കാരണം അതിന്റെ ഹീറ്റ് അത് റെസ്റ്റ് ചെയ്യുന്നതോ അതാകുന്ന എന്തോ പ്രത്യേകത. ഈ ചട്ടി നല്ലതാണ്. ഓക്കെ, ഇനി അമ്മ ഒഴിച്ചോളൂ. ചട്ടി ചൂടായി. എണ്ണ ഒഴിക്കാൻ പോണേ. എണ്ണ ഒഴിച്ചോളൂ. സൗണ്ട് എഫക്ട്സ് അത് കടുക് വറക്കുമ്പോൾ. ഇച്ചിരി ചൂട് കൂടാമോ? ശരിയാവോ? എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇവർക്ക് അതത്ര മൊത്തം എനിക്ക് അറിയത്തില്ല.
എല്ലാരും വന്നിട്ട് അമ്മയോട് ചോദിക്കും മീനാക്ഷി എന്തിനാ കഴിക്കാൻ മാത്രമല്ല എനിക്ക് അടുക്കള ചേർത്തോളാന്ന്. അങ്ങനെ അമ്മ വളരെ പ്രൗഡായിട്ട് പറയാം, അല്ല മീനാക്ഷി ചുടുകൾ നടത്തിയത്. അങ്ങനെയാണോ? അല്ല അല്ല, അമ്മ പറയും മീനാക്ഷി എല്ലാം ചെയ്യും. അവരെല്ലാം ഉണ്ടാക്കും. അന്നേരം ഞാനുള്ളൂ ഞാൻ പറഞ്ഞ കിടങ്ങൂർ വന്നിരിക്കും. അപ്പൊ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ഓ, ഇനി അതിനായിട്ട് കിടങ്ങൂർ വരെ പോകണ്ടേ? പക്ഷെ കിടങ്ങൂർ ഇവിടെ രുചികൾക്ക് വേണ്ടി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന മനുഷ്യരുണ്ട് രുചികൾക്ക് വേണ്ടി. അന്നേരം ഈ കിടങ്ങൂര് ഇവിടെ 2 കിലോമീറ്റർ അപ്പുറമുള്ള കിടങ്ങൂര്. ശരിയല്ലേ ചോദിച്ചാൽ? ശരിയാ. നമുക്കിതെടുത്ത് മാറ്റി വെക്കണം. ഇതാകുമ്പോ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം നമുക്ക് സെറ്റ്. അപ്പൊ അതിന് രുചിയല്ല അവിടെ കിട്ടിക്കോളും. സവാളയും കൂടെ കിട്ടി വെക്കായിരുന്നു. ഇനി അടുത്ത ആ ഇതിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇടണം. അല്ല ഞാൻ ശങ്കുവിനെ വേണ്ട, അച്ഛന് പ്രായമായില്ലേ? ഞാനത്ര പ്രായമായിട്ടില്ല. അവിടെ കുഴപ്പം. എനിക്കൊരു ഞങ്ങൾക്കൊരു 6 വയസ്സ് പോലും കഴിയാത്തൊരു കൊച്ചുകൂടെ ഉണ്ട്. അവൻ തികഞ്ഞു 1ാം ക്ലാസ്സിലോട്ടായി അവൻ. മാത്രമേ അമ്മ പറഞ്ഞ പച്ചക്കറിയൊക്കെ ഇതിനകത്ത് കിട്ടി വേഗം ഇളക്കണേ. അതിന്റെ ഒരു പച്ചമണം മാറുന്നവരെ ഭയങ്കരമായിട്ട് വെന്തൊടയൊന്നും വേണ്ട. സോട്ട് ചെയ്താൽ മതി അല്ലേ? വേഗം അത് എന്നുവെച്ചാ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്യണം, കുറയ്ക്കണ്ട. കാബേജും ക്യാപ്സിക്കും എല്ലാം കൂടി ഇട്ടേക്കാം. ഇനി ഇത് നന്നായിട്ട് ചെയ്യണേ. എല്ലാം ഒരുമിച്ച് ഇടുന്നാവേണ്ട സാധനങ്ങളാണ്. എന്നാലും ക്യാരറ്റിനൊക്കെ കുറച്ചധികം വേവ് വേണം, അല്ലെങ്കിൽ ഒരു കടിക്കും. ഞാൻ അതുകൊണ്ട് ക്യാരറ്റ് മാത്രം ഇച്ചിരി കട്ടി കുറച്ചായിരുന്നു. ബാക്കി നീ കടിക്കുന്ന അത്ര ടേസ്റ്റ് പോരാ. ഇച്ചിരി പക്ഷെ ഇനി ആ ചോറും കൂടെ ഇതിനകത്ത് തികയോന്നുള്ളോ? അച്ഛനെ പറഞ്ഞ പക്ഷെ കണ്ട നീ ഒന്ന് എടുത്തു നോക്കി. എന്നുവെച്ചാ വലിയ പാത്രമല്ലേ ഒട്ടിപ്പോവുക ഇളക്കുമ്പോ. ആ പാത്രം ആരോ ഇഷ്ടമുള്ള ആൾക്കാർ കൊടുത്താന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇവിടെ കൊണ്ട് വെച്ച് പോയത്. അപ്പൊ വലിയ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലേഡീസ് കൊണ്ടുപോവാ. അങ്ങനെയാണ് ഞാൻ ഡെയിലി ഉണ്ടല്ലോ. പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി 2 കൂടി ഇട്ടോ. ഞാൻ പിന്നെ എല്ലാം ഇച്ചിരി കൂടുതൽ വേണം. അതുപോലെ തന്നെ എനിക്കും. അതെ, കുറവെന്നുള്ള പരിപാടി ഇല്ല. വട്ടം വളഞ്ഞു കിടക്കലായിരുന്നു. സൂപ്പറായി. അതിങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കുറവ് കൊണ്ട് വരുത്തും. ഈ പച്ചക്കറിക്ക് പച്ചക്കറി ഇതിനാവശ്യമുള്ള ഉപ്പ്, പിന്നെ കുരുമുളക് തുറന്നു തന്നേടി. വിചാരിക്കരുത്, ഞാൻ ഒരു ദിവസം മാക്ഡൊണാൾഡ്സ് കളഞ്ഞ കുപ്പിയാണ് ഈ എടുത്ത് കുരുമുളക് ഇടാനായി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ. അച്ഛൻ നല്ലൊരു ഈ പുകത്തിന് പുറകെ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. അതെ അതെ, മ്യൂസിക് ഇടുക. കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ എന്നാ പറഞ്ഞോണ്ട് അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. അതെന്തായാലും പറയുന്നത് വേറെ കണ്ടുണ്ടായിരുന്നു. അതൊന്നും അല്ലേ, കുറച്ച് കാര്യമൊന്നുമല്ല. അനാവശ്യ കാര്യം. അച്ഛന്റെ ആളുകളുടെ 2 ഗേൾ ഫ്രണ്ട്സ് ആണ്, ഞാനും ഒന്ന്. പാവം എനിക്ക്. ഇത് നല്ല വഴഞ്ഞു വന്നു. അപ്പൊ നല്ലൊരു മണം വരും അല്ലേ? വരുന്നില്ലേ? നമ്മൾ എന്തൊരു ഒരു ഗ്രാണശക്തി കുറഞ്ഞു. അതെന്നാ ശക്തി വെച്ചാ വാസന ഘടികാരം അല്ലേ? ഇതായില്ലേ? മനസ്സ് നോക്കിയിട്ട് ആയിട്ടുണ്ട്. മതിയല്ലേ? അങ്ങനെ നോക്കിയാ ബീൻസ് ഒന്ന് നോക്കിയേ. ബീൻസ് നോക്കിയാൽ മതി, ബാക്കിയല്ല ഓക്കെ. അത് ബീൻസ് ആണോ അത് ക്യാപ്സിക്കം അല്ലേ? അറിയാൻ പറ്റാത്ത മനുഷ്യനെ പിടിച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് നോക്കിയേക്കുവാ. ഈ ചാനൽ എന്റെ പറഞ്ഞ ഈ ചാനൽ നിങ്ങളെല്ലാരും കൂടി വിജയിപ്പിക്കണം എന്നാ വല്ലതും തിന്നാലോ എന്ന് വെച്ചാ.
പോയിന്റ്. ഈ ചാനൽ വിജയിപ്പിക്കേണ്ടത് എന്റെയും ഈ ഇതിനായിട്ട് മാത്രമാണ് ഇവരെന്നോട് ചാനൽ അല്ല ഇവിടെ ചോറ് സാധാ കറിയൊക്കെ അല്ലേ, കുറെ കറിയൊക്കെ ചാനൽ എടുക്കും പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഞങ്ങൾ പൈസ അങ്ങോട്ട് കൊണ്ടാണ് എങ്ങനെയും വിജയിപ്പിക്കും ഞങ്ങൾ കാരണം. മുട്ട ഇതെല്ലാം കൂടെ ഇതിനകത്ത് കൊള്ളുമോന്ന് അറിയത്തില്ല. ഇത്ര വലിയ ഒരു പാത്രത്തിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അഭി ബാക്കി ഹൈ. ഇവിടുന്ന് ഒരാൾ തള്ളി നിർത്തുന്നു. ഇത് വളരെ റിസ്ക്. നിങ്ങൾ ഈ ആനോട് പോലെ പാത്രം ഉപയോഗിക്കല്ലേ കേട്ടോ. ഉണ്ടോ വലിയ ഉരുളിക്ക് അതേ കുടഞ്ഞിടണോ? ഞാൻ പറഞ്ഞ ഭൂമി പിളർന്ന്. ആ വേണ്ട വേണ്ട, ശപിക്കണ്ട. നന്നായ മതിയായിരുന്നു. ആ ചാനലല്ലേ ഇത്. ഇതെന്തായാലും നന്നാവുന്നേ കണ്ടാൽ തന്നെ അറിയാം. സോയ സോസ് ഒഴിക്കണം ലാസ്റ്റ്. ഞാനിവിടെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. കുറച്ചു നേരം മതി ഉണ്ടാക്കാൻ. കുറച്ച് നേരം അരിയുന്ന സംഭവമേ ഉള്ളൂ നമുക്ക്. അത് തലേ ദിവസം അരിഞ്ഞ് ഫ്രിഡ്ജ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേഗം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്ന് അരിഞ്ഞ തലേദിവസം ഒന്നിനായിരുന്നു. ഞാൻ കാണുന്ന ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ജനങ്ങളോട് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഹോട്ടൽ വരുന്നുണ്ട്, മോമാസ് ഹോട്ടൽ. അല്ലാതെ അവര് ഇത് വിളമ്പി കമ്പനി എന്തെങ്കിലും പറയുന്നത് നമ്മൾ വലിച്ച് മാങ്ങാ പഠിക്കുകയോ കാര്യമുണ്ടോ? ഇല്ലില്ല, നമ്മൾ നമ്മുടേതായ നല്ല ടേസ്റ്റിയാ. സോ നൈസ്. എന്നാണ് ഈ സാധനം? എഗ് ഫ്രൈഡ് റൈസ്. എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് പതി വെച്ചു വരെ അന്ന് പറഞ്ഞ ഇതാ ഫെസ്റ്റിവലാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാണ് ഫെസ്റ്റിവല്. സെറ്റുവല്ല അച്ഛൻ്റെ ഓർക്കില്ല. നമ്മളിത് വിളമ്പി കഴിക്കാം. ഇങ്ങനെ ഇടുന്ന ഈ സ്പൂണിൽ കോരാൻ പറ്റത്തില്ല. ഇല്ല, അതിന് തുളയാ. ആ സ്പൂൺ ഓട്ടയാണോ? അതാര് വന്നാലും ചെയ്യത്തില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഇവിടെ മേളിൽ ഒഴിക്കണം. ആ മേളിൽ ഒഴിക്കാം, സൈഡില്. എനിക്ക് മൊത്തം ഒഴിച്ചോ അമ്മേ. ശക്തി തരോ തിന്നടി 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 മുത്താങ്കുരുന്നേ. ആരാ മുക്കാങ്കുരുന്നോ? മുക്കാങ്കുരുന്നേന്ന് ഇങ്ങനെ ആരാ? അയ്യേ, തിന്നുന്ന നേരത്തെ കഴിച്ചോ? മതി മതി. ഇത് വേണോ സോസ്? ഇത് നോക്കിച്ചു നിക്കണം. അപ്പൊ ഇനി ഒത്തിരി വീഡിയോയുമായിട്ട് ഇത് രണ്ടുപേരും വരുന്നതായിരിക്കും. അമ്മക്ക് നീ വിഷമമാണ്. അമ്മ ചിരി അടച്ചു പിടിച്ചിരിക്കുന്ന ഈ വിഷമിന്റെ മുഖം. വിജയിപ്പിക്കുക. അല്ല, ഇതിനെ കൊണ്ട് എങ്ങനെ ഈ ചാനൽ വിജയിപ്പിക്കാൻ? ആ ഫോർക്കൊക്കെ താഴെ അതെ, കുഞ്ഞുപിള്ളേരെ പോലെ ഈ മേശയും മുഴുവനാക്കി ഇവിടേക്ക് ആക്കി മേത്തൊക്കെ പറ്റിച്ച് മുഖത്ത് കൊടുക്കാനൊക്കെ അത്രയ്ക്കൊന്നുമില്ല. അടുത്ത വീഡിയോ ബൈ ബൈ.